Hi children, welcome back. Today we are going to deal with the question of our chapter, A Doll's Journey. Now we are moving to the first activity. Read the story once again and identify the following. സ്റ്റോറി ഒന്നും കൂടെ വായിച്ചിട്ട് അതിൻ്റെ ലൊക്കേഷനും ക്യാരക്ടേഴ്സും തീമും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്ന ലൊക്കേഷൻ? എവിടെയാണ്? പാർക്ക് ഇൻ ബെർലിൻ. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അതെ, കഫ്ക, ലിറ്റിൽ ഗേൾ, ദ ഡോൾ, ഒരു യങ് മാൻ. യങ് മാനിനെ പറ്റി പറയുന്നില്ലേ? ഡോള് മാരി ചെയ്യാൻ പോകുന്ന യങ് മാൻ. യങ് മാൻ. പിന്നെന്താണ്? ഡെഫിനറ്റ്ലി ദ ലെറ്റേഴ്സ്. അതാണ് എൻ്റെ ക്യാരക്ടേഴ്സ്. ഇനി തീം എന്തൊക്കെയാണ്? ഒത്തിരി തീം നമുക്കിതിൽ പറയാം. ഇമാജിനേഷൻ അല്ലേ, ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ഫ്രണ്ട്ഷിപ്പ്, കെയറിംഗ്, ഹോപ്പ്, ഇതെല്ലാം ഇതിലെ തീമായിട്ട് നമുക്ക് സ്റ്റോറിനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka comforted the little girl who was in great distress. Here is a small part of their conversation. Can you complete it? കഫ്കയും ലിറ്റിൽ ഗേളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു കോൺവെർസേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Enact the roles of the little girl and Kafka using the conversation prepared. നമ്മളൊരു കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്തില്ലേ? ഒരു കോൺവെർസേഷൻ എനാക്ട് ചെയ്യുക. രണ്ട് പേര് വന്നിട്ട് ഒരാൾ കഫ്കയുടെ റോളും മറ്റൊരാൾ ലിറ്റിൽ ഗേളിൻ്റെ റോളും എടുത്തിട്ട് ഒരു കോൺവെർസേഷൻ എനാക്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. ആക്ടിവിറ്റി 4. Read these sentences taken from the story. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time. After reading the letters from the doll, the girl was eager to see her. She waited and waited, but the doll didn't turn up. So she decided to put her thoughts and emotions in her diary. എന്താണ്? കുട്ടിയുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ ഡയറിയിൽ എഴുതാനായിട്ട് തീരുമാനിച്ചു. ഡയറിയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. സാധാരണ നമ്മൾ ഡയറി എഴുതുമ്പോഴത്തേക്കും മൈ ഡയറി, ഡിയർ ഡയറി എന്നൊക്കെ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഡയറിയിലോട് നമ്മുടെ എല്ലാ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഡയറി നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മൈ ഡയറി എന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഓക്കെ. അതേപോലെ ചില ആൾക്കാർ എല്ലാ ദിവസവും ഡയറി എഴുതും. അപ്പോൾ ഓരോ ദിവസത്തെ ഡയറി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഡേറ്റ് വേണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എഴുതേണ്ടതാണ്. നോക്കൂ എന്തൊക്കെയായിരിക്കും കുട്ടി എഴുതിയിട്ടുള്ളത്. It has been long days since I lost Levi, my favorite doll. I miss her so much. I hope that she would somehow find her way back to me. I waited and waited, hoping to see her. I kept looking out of the window, imagining Levi running back to me with her little smile. I will never stop hoping and believing that one day Levi will come back. Till then, I will keep writing to you, dear diary. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഹാസ് ബീൻ ലോങ് ഡേയ്സ് സിൻസ് ഐ ലോസ് ലെവി. ഒരുപാട് ദിവസമായി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡോളായ ലെവിയെ നഷ്ടപ്പെട്ടിട്ട്. ഐ മിസ് ഹർ സോ മച്ച്. ഞാനത് അവളെ മിസ് ചെയ്യുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഷീ വുഡ് സംഹൗ ഫൈൻഡ് ഹർ ബാക്ക് ടു മീ. ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ എന്നിലേക്ക് തിരിച്ചെത്തുമെന്ന്. ഐ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ഹോപ്പിംഗ് ടു സീ ഹർ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് പ്രതീക്ഷയോടുകൂടി അവളെ കാണാൻ സാധിക്കുമെന്ന്. I kept looking out of the window, imagining Levi running back to me with her little smile. ഞാൻ എൻ്റെ വിൻഡോയുടെ പുറത്തോട്ട് നോക്കിയിരിക്കും, ഇമാജിൻ ചെയ്യും അവൾ തിരിച്ച് ചിരിയോടുകൂടി അവളുടെ ചിരിയോടുകൂടി അവൾ തിരിച്ച് എത്തുന്നത്. ഐ വിൽ നെവർ സ്റ്റോപ്പ് ഹോപ്പിംഗ് ആൻഡ് ബിലീവിംഗ് ദാറ്റ് വൺ ഡേ ലെവി വിൽ കം ബാക്ക്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യില്ല, വിശ്വസിക്കുകയും ചെയ്യുന്നു അവൾ തിരിച്ച് എത്തുമെന്നുള്ളത്. Till then, I will keep writing to you, dear diary. അതുവരെ ഞാൻ എന്ത് ചെയ്യും? ബൈ.